ഭർത്താവിന്റെ നഗ്നദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തി. നടി രാഖിയുടെ മുൻകൂർ ജാമ്യം കോടതി റദ്ദാക്കി. ഇനി ജയിലോ? രാഖി സാവന്ത് സമർപ്പിച്ച ഹർജി മുംബൈ കോടതി തള്ളി. രാഖിക്കെതിരെ ആദിൽ ഖാൻ ദുറാനിയാണ് കേസ് നൽകിയത്. രാഖിയുടെ മുൻ ഭർത്താവാണ് ആദിൽ. വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ തന്റെ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് രാഖി ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു ആദിൽ ഖാൻ ദുറാനി കേസ് നൽകിയത്. രാഖി സാവന്ത് ഒരു ടെലിവിഷൻ ഷോയിൽ പങ്കെടുത്തപ്പോൾ നടിയുടെ മൊബൈൽ ഫോണിലെ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചുവെന്നാണ് മുൻ ഭർത്താവായ ആദിലിന്റെ പരാതി. താനും ഉൾപ്പെടെയുള്ള സ്വകാര്യ ദൃശ്യങ്ങളാണ് ഷോയിൽ കാണിച്ചത്. വാട്സപ്പിലടക്കം ലിങ്കുകളും പങ്കുവച്ചു. അപകീർത്തിപ്പെടുത്തുന്ന പ്രവൃത്തിയാണ് ചെയ്തതെന്നും രാഖിക്കെതിരെയുള്ള കേസിൽ ആദിൽ പരാതിപ്പെടുന്നു. മുൻ ഭർത്താവ് ആദിലിനെതിരെ കേസുകൾ നിരവധി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നതിനാൽ അദ്ദേഹത്തിന്റെ നടപടികൾ സംശയാസ്പദമാണെന്നാണ് നടി രാഖി സാവന്ത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദിക്കുന്നത്. ഷോയിൽ മൊബൈൽ ഫോൺ പ്രദർശിപ്പിച്ചെങ്കിലും ദൃശ്യങ്ങളൊട്ടും വ്യക്തമായിരുന്നില്ല എന്നൊരു കാരണത്താൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം കുറ്റകരമല്ല എന്നും രാഖി സാവന്ത് വാദിക്കുന്നു. വീഡിയോ പകർത്തിയത് ആദിലാണ്. അതിനാൽ ആദിൽ ഖാൻ ദുറാനിക്കെതിരെയും കേസ് എടുക്കണമെന്നും നടി രാഖി സാവന്ത് സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ അഭ്യർത്ഥിക്കുന്നു. മുൻകൂർ ജാമ്യം തേടിയുള്ള അപേക്ഷയിൽ താരം നിരത്തിയ വാദങ്ങൾ കോടതി തള്ളിക്കളയുകയും മുൻകൂർ ജാമ്യം നിരസിക്കുകയും ചെയ്തു. പരാതി ഗൗരവമുള്ളതാണെന്നും കോടതി നിരീക്ഷിച്ചു. ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ച മൊബൈൽ ഫോൺ താരത്തിന്റെ പക്കലാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയോട് വ്യക്തമാക്കി. കേസിൽ മറ്റ് നടപടികൾ വ്യക്തമാക്കിയിട്ടില്ല. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.